ഹായ് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് പരിപാടി എടുക്കുന്നത്. ഇന്നും നമുക്ക് എന്താ വെച്ചാൽ മരം വെട്ടാനുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നെറുക്കിലെ റൂഫിൻ്റെ കാര്യങ്ങൾ കുറച്ച് മരങ്ങൾ കമ്മിയുണ്ട്. ആ മരങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാട്ടിൽ വന്നത്. പിന്നെ നമ്മളിപ്പോൾ കാര്യമായിട്ട് എന്താ വെച്ചാൽ മരം വെട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സാധനം കിട്ടാനോ ഭയങ്കര ലഭ്യത. മുളന്റെ പ്രയോഗമാണ്. കുറച്ച് മുള കൊണ്ടുള്ള വെറൈറ്റികൾ അതിൻ്റെ നെറുവിൽ വരാറുണ്ട്. അപ്പം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അത് കെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വാളുണ്ടാക്കല്ല പരിപാടി. സൈഡിൽ ചെറിയ ചുവരും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. പിന്നെ അതിനുള്ള മരങ്ങളൊക്കെ കയറ്റി ഏകദേശം ഇങ്ങനെ പൗതിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയിൽ നിന്ന് മരങ്ങളൊക്കെ നമ്മളെ ഫ്രണ്ട്സ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേലേക്കുള്ള റൂഫിനുള്ള അളവാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1,76 നമ്മൾ അളവെടുത്തത്. ഏകദേശം ഒരു 7 അടി, ഒരാളെ 7 അടി ഹൈറ്റ്. പിന്നെ നമ്മൾ മേലേക്ക് ഒരു ചെറിയൊരു വൽക്കണി മോഡലിൽ സാധനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിനുള്ള പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. ഏകദേശം ഇന്ന് റൂഫും കാര്യങ്ങളൊക്കെ കെട്ടിക്കഴിഞ്ഞ് വിചാരിക്കുന്നുണ്ട്. റൂഫിലുള്ള മരങ്ങൾക്കുള്ള അളവും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിന്. അതിനനുസരിച്ച് മുറിച്ചും ചെയ്തിന്. ഇനി എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് ലെവലാക്കി നെറുക്ക് കെട്ടുക. ആദ്യം 4 കാല് കെട്ടുക, എന്നിട്ട് അതിൻ്റെ ബാക്കി കെട്ടുക. അങ്ങനെ നമ്മൾ ഫ്രെയിമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്രെയിം നമ്മളെ ഏർമാടത്തിന് നെടുവെത്തിയാണ്. പിന്നെ ഫാസിലെ എത്ര കൊല്ലം ഗ്യാരണ്ടി ഈ ഏർമാടത്തിന് ഈ കൊടുക്കണേ? 5 കൊല്ലം ഗ്യാരണ്ടി. വാറണ്ടി ഉണ്ടോ നമ്മളെ ഏർമാടത്തിന്? ഏത് ഫ്രെയിമിന് 5 കൊല്ലം വാറണ്ടി? ഓ അല്ല, 5 കൊല്ലം വാറണ്ടിയുള്ള ഏർമാട് നമ്മൾ ഉണ്ടാക്കണേ. മെയിൻ ആളാണ് ഈ കാണുന്നത്. മാരക തള്ളാട്ടോ, പെരുന്തള്ളലുണ്ട്. ഇവൻ വെറുതെ നിക്കാണ് കഴിച്ചു. ഇവൻ എന്താ വെച്ചാൽ ഒരു പരിപാടി ഇല്ല. ഇവരൊരു താങ്ങും തൂണായിട്ട് ഇവിടെ ഇങ്ങനെ നിക്കാണ്. ഫാസിലിന്റെ കഴിവും റിയാസിന്റെ തൊഴിലും ഇത് രണ്ടും കൂടി ആവുമ്പോ നമുക്ക് എന്താ പറയാ, മയത്തിലൊക്കെ ആവാം. എങ്ങനെ ഞാൻ തള്ളണോണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉന്മേഷം പോലെട്ടോ. ഇപ്പൊ നമ്മൾ അളവ് നോക്കാണ് കാര്യമായിട്ട്. ഇത്രയും വലിയ ബുദ്ധി ഇല്ല ആളിഞ്ഞിപ്പോ ഈ ലോകത്ത് വേറെ ഉണ്ടാവും എനിക്കറിയില്ല. ഉണ്ടാവൂലേ? അവിടുന്ന് ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ കുടിക്കും. പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൂണും കാര്യങ്ങളൊക്കെ അളവെടുത്ത് റെഡിയാക്കി വെച്ചോണ്ടിരിക്കുന്നത്. കുട്ടാപ്പി, എന്താണ് താങ്കൾക്ക് ഇതിലുകൊണ്ട് പറയല്ലേ? എന്താണ് ഈ ഏർമാട് ഉണ്ടാക്കുന്നത്? എനക്കെന്താ പറയല്ലേ? പറഞ്ഞു. കാര്യമായിട്ടൊന്നും പറയാല്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ നമ്മൾ റൂഫിന്റെ ഇത് കെട്ടുകയാണ്. അതായത് അലക് കെട്ടുകയാണ്. ഇത് കെട്ടിയിട്ട് ഒരു 10-20 അലകുണ്ട്. അത് കെട്ടിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടി നോക്കാനായിട്ട്. പിന്നെ അതിൻ്റെ നെറുവിൽ കുറച്ച് ഈന്തിൻ്റെ പരിപാടി ഉണ്ട്. ഈന്തിട്ടിട്ട് അതിൻ്റെ നെറുവിൽ ഈന്തിൻ്റെ ഓല ഉണ്ടല്ലോ, അതിട്ടിട്ട് അതിൻ്റെ നെറുവിൽ പിന്നെ നമ്മൾ ദാർപ്പായ എത്തുന്നുണ്ട്. പിന്നെ ചുറ്റോട് നമ്മൾ മുള കൊണ്ടൊക്കെ ഒരു വെറൈറ്റി സംഗതി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 5-6 അലക മാത്രം നമ്മൾ കെട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യം ഇവിടെയാണ് ഈ ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. ഇനി ഇവിടെ
ഇവിടെ 2 കാല് വരാനുണ്ട് ഈ സൈഡിൽ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ബാൽക്കണി കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ നമ്മളെ കിച്ചൺ വരുന്നത് എന്താ വെച്ചാൽ ഈ റൂപ്പ് നിൽക്കണല്ലോ അവിടെ നമ്മൾ കിച്ചൺ വരുന്നത്. അതായത് നല്ലൊരു വിസ്തീർണത്തിലൊരു പലകൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് വെക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഈ ഭാഗത്ത് ഈ താർപ്പായി നിൽക്കുന്ന ഭാഗത്ത് 2 ജനവാല ഒരു ഇതേ മുകളിൽ ഇതിൻ്റെ ഓപ്പോസിറ്റിന് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂഫ് കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അടിയിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവനാണിപ്പോൾ റൂഫ് കെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ ചെക്കന്മാരെന്താ വെച്ചാൽ കയറും കാര്യങ്ങളൊക്കെ എടുത്ത് സജ്ജീകരണമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ കാറ്റടിക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ കാറ്റത്ത് ഈ മരങ്ങളൊക്കെ ഇളകിയിട്ട് അതിൻ്റെ ഇതിൽ തന്നെ നമ്മൾ ഏറുമാടും നൈസായിട്ട് ഇളകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് പോയിട്ട്. നല്ല കാറ്റാണ്, അത്യാവശ്യം നല്ല കാറ്റടിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. പക്ഷേ ഒരു 28 അലകളാണ് നമ്മൾ ഈ റൂഫിൻ്റെ കാര്യങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്. അതെന്താ വെച്ചാൽ നമുക്ക് കാറ്റത്ത് പിടിക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ ഈന്ത് കാര്യങ്ങളൊക്കെ വരാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ അടിയിൽ ഇതാ ഈന്ത് കൊടുത്തിട്ടാണ്. ഈ ഈന്ത് ഇട്ടിട്ട് ഇതിൻ്റെ ഒരു ദാർപ്പായിടാണ്ട് അങ്ങനെ കുറേ പരിപാടികൾ വരാണ്ട്. ഇനിയും നമ്മളെ പരിപാടിയൊന്നും വിചാരിച്ചത്ര ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈന്തകളിൽ കഴിഞ്ഞ് നമ്മൾ റൂഫിൻ്റെ റൂൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ആയിട്ട് നമ്മൾ മൂന്നായത്തിൽ നമ്മൾ കുറച്ച് ചാക്കിൽ കുറേ മരങ്ങളുണ്ട്. ഈ മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ദാർപ്പായി സെറ്റാക്കാനായിട്ട്. അതായത് ഈ മരം ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പക്ഷേ അത് നമുക്ക് ഉള്ളിലേക്ക് നല്ല വ്യൂ കിട്ടുന്ന മരമായിട്ട് നമ്മൾ വെട്ടി മാറ്റണില്ല. അതുകൊണ്ട് ഈ മരത്തിൻ്റെ ഭാഗങ്ങളെത്തുമ്പോൾ നമ്മൾ ദാർപ്പായി കയറിയിട്ട് അവിടെ ചെറിയൊരു സ്പോട്ട് ഉണ്ടാക്കിയിട്ട് മരം കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ദാർപ്പായി ഇടാൻ നിൽക്കുന്നത്. നമ്മൾ ടാർപ്പായിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞ് നമ്മൾ ഫ്ലോറിൻ്റെ കഴിഞ്ഞ് ഏകദേശം ഇനി അതിൻ്റെ നിറവ് കൂടെ എന്താ വെച്ചാൽ നമ്മൾ ഈ ടാർപ്പായി കുറച്ച് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഈന്തകളൊക്കെ ഉണ്ട്. അതായത് വെയിൽ പെട്ടെന്ന് തട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാലം ഈ ലൈഫ് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈന്ത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ പല ആൾക്കും സംശയമുണ്ട് നമ്മളെങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു മരം ഉണ്ട് ഇതിന് സപ്പോർട്ട് ആയിട്ടില്ല. ആ മരത്തുമ്പോൾ കയറിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇവിടെ ആദ്യം സെറ്റാക്കിയത് നമ്മൾ ചെക്കന്മാർ വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെയാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത്. അതാണ് നമുക്ക് നല്ല റൂമിലെ വ്യൂ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടാൻ കാരണം. ഇത് അവിടെ കണ്ടോ, അവിടെ എടുത്തോ, അവനാണ് ഇതൊക്കെ ശരിയാക്കി തന്നത്. നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത് അവനാണ്. ഓനെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇവൻ തന്നെയാണ്. ഇവൻ്റെ ഇതിലാണ് ഇത് നേതൃത്വം നിർത്തിയിട്ടാണ് ഇവൻ്റെ ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. നമ്മളിവിടെ വെറുതെ വീഡിയോ എടുത്ത് നടക്കാമെന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമ്മൾ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അതായത് എന്താ വെച്ചാൽ നമ്മൾ ഇതിന് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം. നമ്മളെ റൂഫിൻ്റെ പരിപാടിയും കഴിഞ്ഞ് ഇപ്പോൾ ആദ്യം ഈന്തിട്ട് പിന്നെ ദാർപ്പായിട്ട് പിന്നെ ഈന്തിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഒരു പരിപാടി നമുക്ക് നോക്കാമല്ല. ഇനി കയറെടുത്ത് കെട്ടിലും കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തതെന്താ വെച്ചാൽ നമ്മൾ സൈഡത്തെ കമ്പുകളൊക്കെ വെച്ച് കിട്ടുകയാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു വാളുണ്ടാക്കാനുള്ള പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാ കവുങ്ങ് എടുത്തിട്ടാണ് സൈഡത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. കാരണം മരത്തിൻ്റെ ലഭ്യത വളരെ കമ്മിയായി ഇപ്പം. ഇത് എങ്ങനെ കെട്ടണമെന്ന് വെച്ചാൽ കവുങ്ങ് 4 പുളിയാക്കിയിട്ട് അതിന് ശേഷം ഈ ഒരു എന്താ പറയുക ഈ ഒരു കെട്ടമ്പിയോടാണ് നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാകുമ്പോൾ കയറ് അറ്റു പോകുന്ന സീനൊന്നുമില്ല. കാലകാലത്തിൻ്റെ സാധനം ലൈഫ് കട്ട് കിട്ടും. കവർ ഉണ്ടായതുകൊണ്ട് നമ്മൾ സൈഡ് മറക്കുന്നത്. പിന്നെ മഴക്കാലം നല്ലോണം കൂടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ കവറിങ്ങാണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത്തെ പണികൾ പെട്ടെന്ന് എടുക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ അടിയിലുണ്ട്, അടിഭാഗത്ത് നമുക്ക് ഒരു ഇതേപോലെ ഈ കമ്പൊക്കെ വെച്ചിട്ട് ഒരു ചാരിയിരിക്കാനുള്ള ഒരു ഗെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഏകദേശം ഇത് മൊത്തമാക്കുന്നു. അപ്പോൾ നമ്മൾ സൈഡൊക്കെ കെട്ടി ഏകദേശം ഫുള്ളായി കൊണ്ടിരിക്കണം. ഇങ്ങനെ ഇപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഈ നിൽക്കണ ഭാഗം കൂടി കെട്ടിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് വ്യൂ വല്ലാതെ കുറയും. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നമുക്ക് കവർ ചെയ്യാനുള്ളൂ. അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫില്ലായ നമുക്ക് ഈ ഒഴിഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അവിടെ നമുക്ക് ഒരു ഡോറ് വരുന്നുണ്ട്.
പിന്നെ അപ്പുറത്തേക്കാണ് ബാൽക്കണിയും കാര്യങ്ങളും വരുന്നത്. ഫ്ലോറിൻ്റെ പണി കഴിഞ്ഞ് ഇനി ഇതിൻ്റെ കൂടെ കാർപ്പറ്റ് ഇടാനേ ബാക്കിയുള്ളൂ. പിന്നെ കിച്ചൺ എന്താ ചെറുതായിട്ടൊക്കെ സെറ്റപ്പ് ആക്കിയാണ്, വലുതായിട്ടായിട്ടില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതാ ബാൽക്കണി കാര്യങ്ങൾ ഇതാ ആദ്യം പറഞ്ഞാൽ മതി, ബാൽക്കണി സെറ്റാക്കിയാണ്. പിന്നെ അവിടെ ചെറിയ ഡോർ വെച്ചിട്ട് നമ്മൾ കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട്. നമ്മുടെ ഡോറിൻ്റെ സിസ്റ്റം പറഞ്ഞാൽ ഇതാണ്, അതൊരു ആധുനിക സിസ്റ്റമായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയത്. കാരണം ഈ ഒരു വടി വെച്ചാൽ ഡോറ് നമ്മൾ ക്ലോസ് ആണ്, പിന്നെ ഇത് താത്തുക അപ്പോൾ ഡോർ ഓപ്പൺ ആവും. പിന്നെ സിറ്റ് ഔട്ട് ഇതായി കാണുന്നതാണ്, കറക്റ്റ് കാണാൻ കഴിയുണ്ടോ എന്നറിയില്ല, ഇവിടെ സ്പേസ് കമ്മിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുന്ന് സിറ്റ് ഔട്ടിൻ്റെ വ്യൂ പറഞ്ഞാൽ ഇത് അപ്പുറത്തേക്കുള്ള വ്യൂ, നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കാഴ്ച വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ഈ ഒരു ഡോറാണ് കാണുന്നത്, ഇത് നീക്കുക, നീക്കിയിട്ട് നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഉള്ളിൽ കാർപ്പറ്റൊക്കെ ഇട്ട് വളരെ വിശാലമായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കിച്ചൺ ഏരിയ. കിച്ചണിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാണ്ട്, പിന്നെ അടക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിലൊന്നും ഫില്ലല്ല, ഇതിലൊക്കെ സെറ്റ് ആക്കാണ്ട്. പിന്നെ വിൻഡോസ് ഇവിടെ ചെറിയൊരു പണിയും കൂടി വരാണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഏർമാടത്തിന്റെ ഫുൾ ഉള്ളിലെ വ്യൂ പറഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റാണ് പറഞ്ഞാൽ സെറ്റായി.